കുറെ കാര്യങ്ങൾ കഴിക്കാൻ ഇതിൻ്റെ കൂടെ കൊണ്ട് തന്നിരിക്കുകയാണ്. കുറെ ലോക്കൽ നട്ട്സ്. ഇതെന്താ അറിയോ? വാൾനട്ട്സ്, പീച്ചസ്, ഒറിജിനൽ പീച്ചസ് ആണ്. നല്ല പഴുത്ത പീച്ചസ്. RV എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ പീച്ചസ് ഒക്കെ വാങ്ങണമെങ്കിൽ എന്താ വില? എല്ലാ കടകളിലും കിട്ടില്ല. ഇപ്പം എനിക്ക് എന്താ സുഖമായി കുറച്ച് പീച്ചസ് ഒക്കെ കഴിക്കാം. ഇങ്ങനെ തൊലിയൊക്കെ എടുത്തിട്ട് ആപ്പിൾ പോലെ ഇരിക്കുന്നു ചെറിയ. നൈസ് നൈസ്, താങ്ക് യു. എൻ്റെ തൊലിയെല്ലാം എടുത്തായിരുന്നു. സോഫ്റ്റ് പീച്ചസ്, പഴുത്ത. ഇവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ മരത്തിൽ നിന്നും പറിച്ചതാണ്. അപ്പോൾ വാൾനട്ട്സ് ഉണ്ട്, പീച്ചസ് ഉണ്ട്. രസമല്ലേ? അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സബ്ജിയും കൂടി ഉണ്ടാക്കുകയാണ് ഇവരിവിടെ. ഈ സബ്ജി എന്ന് പറയുന്നത് നമ്മുടെ കടുകിൻ്റെ ഇല കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കടുകില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇതൊക്കെ ഇവരുടെ നോർമൽ ഫുഡാണ്. നമുക്ക് വേണ്ടി അങ്ങനെ സ്പെഷ്യൽ അങ്ങനെയല്ല. ഇത് റെഗുലർ ഫുഡാണ് എപ്പോഴും കഴിക്കുന്നത്. ചിൽട്ട അതിൻ്റെ കൂടെ ഒരു സബ്ജി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മുറ്റത്ത് തന്നെ ഈ കടുകും ഒക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇല ഇവിടെ എല്ലാം ഈ പാലൊക്കെ ഇതെല്ലാം വളർത്തുന്നുണ്ട് വീട്ടുമുറ്റത്ത് തന്നെ. അപ്പോൾ ഇതിപ്പോൾ മസ്റ്റേർഡ് ലീഫിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. എണ്ണ ചൂടാകുന്ന സമയം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലി തന്നെയാ ഓക്കെ, ആ കൈ കൊണ്ട് ഇങ്ങനെ ഞെകിടി ഇടുകയാണ്. മുഴുവൻ മല്ലിയാണ്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചിട്ടങ്ങിടും. മല്ലി ചതച്ചതും സവാള അരിഞ്ഞതും കൂടി അതിനകത്തേക്ക് ഇട്ടു എണ്ണ. എന്നിട്ട് ഇനി എന്താണ് പരിപാടി? അത് മൂത്ത് കഴിയുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ടൊമാറ്റോ, ഒരു ടൊമാറ്റോ, അത് നല്ല മണം വരുന്നുണ്ട്. കാര്യം ആ സവാളയും അത് ആ ഉള്ളിയും മൂക്കുമ്പോഴേ ഉള്ളിയും മല്ലിയും കൂടെ കിടന്ന് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ടൊമാറ്റോ ഇട്ടു, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും ചേർത്തിട്ടില്ല. സിമ്പിൾ. ഈ അടുപ്പിൻ്റെ അടുത്തിരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. കാര്യം നല്ല ചൂട് കിട്ടുന്നുണ്ടല്ലോ. പുറത്ത് നല്ല തണുപ്പല്ലേ. അപ്പോൾ ഇവിടെ നല്ല കോസി ഫീലിംഗ് ആണ്. ഒരു ക്യൂട്ട് ഹൗസ് അതിനകത്തിരിക്കുന്നു. ഇനി ഇല അരിഞ്ഞ് വെച്ചിരിക്കണം. ഇത് മസ്റ്റേർഡ് ലീവ്സാണ്, അതായത് കടുകിൻ്റെ ഇല. നല്ല ചീര പോലെ അരിഞ്ഞതാണ്. അത് അതിനകത്തേക്ക് ഇടും. റെഡി. അപ്പോൾ സബ്ജി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, സബ്ജി റെഡി. പിന്നെ ഇതിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യമായിട്ട് ജീരകം കൂടെ ചേർത്തിരുന്നു. ജീരകം, മല്ലി രണ്ടും കൂടി ചതച്ചതും പിന്നെയാണ് സവാള ചേർത്തത്. ഓക്കെ, ഇതാണ് ഇവരുടെ യൂഷ്വൽ ആഹാരം. ഒരു സബ്ജി എളുപ്പം പലതരം ഇലകളിൽ ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ചിൽട്ടു ബക്ക്വീറ്റിൻ്റെ ആ ദോശ പോലെ. അത് അതിൻ്റെ ആ സബ്ജിയുടെ കൂടെ അവർ ലോക്കൽ ബട്ടർ, ഇവിടുത്തെ മിക്സ്. ഓക്കെ, നല്ല ചൂടായിട്ടുള്ള ആ സബ്ജിയിൽ ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടതെന്ന് പറയുന്നത്. ലോക്കൽ ബട്ടർ എന്ന് പറയുമ്പോൾ നല്ല ഇവിടുത്തെ വളരെ ടേസ്റ്റി. ഇവരുടെ തന്നെ പശുവിൽ നിന്നുണ്ടാക്കുന്ന വെണ്ണ. ഫൈൻ. ഒരു വ്യത്യാസം. മസ്റ്റേർഡ് ലീഫ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കയ്പുണ്ടാവും, പക്ഷെ വെറൈറ്റി സാധനമാണ്. ഗുഡ്. ഇത് ശരിക്കും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണ്. ഇത് ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നാണ് പറയുന്നത്. ബോഡി വാം, വെരി ഹെൽത്തി. നല്ല ഹെൽത്തി ആയിരിക്കും, വാം ആയിരിക്കും. ഇതെല്ലാം ഈ തണുപ്പിനെ അതിജീവിക്കുന്ന കാര്യങ്ങളാണ്. ബക്ക്വീറ്റ്, പിന്നെ മസ്റ്റേർഡ് ലീഫ്, എല്ലാ കാര്യങ്ങളും കൊള്ളാം. വെറൈറ്റി ആയിട്ടുള്ള ഹിമാലയൻ ഡിഷസൊക്കെ സ്വാദ് നോക്കി തുടങ്ങിയിരിക്കുകയാണ്. ഈ വില്ലേജിലെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഇത് ഇവിടുത്തെ സ്ലേറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നില്ല. സ്ലേറ്റ് ഹൗസ് നോക്കുക, എന്ത് ക്യൂട്ടല്ലേ. ഒരു ഫെയറി ടെയിൽ ഹൗസ്. ഇത് 2-3 നിലയാണെന്ന് തോന്നുന്നു. താഴേക്കുണ്ട്. പല തട്ടുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഈ മനോഹരമായ വിഷ്വലി തന്നെ എന്താ ഭംഗിയല്ലേ. ഒരു പോസ്റ്റ് കാർഡ് സീനറിയിൽ നിന്നും
ഇന്നത്തേക്ക് ഞാൻ പോവാണ്. നമ്മൾ നാളെ വീണ്ടും കാണും. പറ്റുമെങ്കിൽ ഈ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അതുവരെ കാത്തിരിക്കുക.